ഗുഡ് ഈവനിങ്. നിങ്ങൾക്ക് കേൾക്കാലോ അല്ലേ? ഹലോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെയിൻലി മെക്കാനിക്സ് എന്ന് പറഞ്ഞ പോർഷൻ ആണ്. ചാപ്റ്റേഴ്സിന്റെ പേര് നിങ്ങൾ കണ്ടല്ലോ: മെഷർമെന്റ്, മോഷൻ ആൻഡ് ഫോഴ്സ്, വർക്ക്, എനർജി ആൻഡ് പവർ. മെയിൻലി ഇതാണ് മെക്കാനിക്സ്. സെന്റർ ഓഫ് മാസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും, പക്ഷെ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻസ് തന്നെയാണ്. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കി പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തുടങ്ങാം. Okay. First question: which one of the following correctly represents the SI unit of resistivity എന്നാണ്. അപ്പം ഇതില് റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ്. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഓക്കെ. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റോ എൽ ബൈ എ എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയയുടേത് മീറ്റർ സ്ക്വയർ ആണ്, ലെങ്തിൻ്റെത് മീറ്റർ ആണ്. അപ്പം റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ എന്ന് വരുമ്പോൾ ഓം മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ മീറ്റർ എന്ന് വരും. അത് കട്ട് ചെയ്യുമ്പോൾ ഓം മീറ്റർ, അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇതിൽ വരുന്നത്. അടുത്തത് ലൈറ്റ് ഇയർ ആണ്. ലൈറ്റ് ഇയർ ഇസ് എ മെഷർ ഓഫ് എന്ന് പറയുന്നത്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസറും ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. ലൈറ്റ് ഇയർ ഇസ് ദ മെഷർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. ലോങ് ഡിസ്റ്റൻസുകൾ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ഗാലക്സീസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി ഡയമെൻഷൻ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡയമെൻഷൻസ് പറയുന്നത് മൂന്ന് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മാസ്, ലെങ്ത് ആൻഡ് ടൈം ആണ്. അപ്പൊ നമുക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? എഫ് ഇസ് ഈക്വൽ ടു Gm1m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് ഗ്രാവിറ്റേഷൻ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പം ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ജിയുടെ ഇക്വേഷൻ, ജിക്ക് വേണ്ടി അത് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. എഫ് ആർ സ്ക്വയർ ബൈ m1m2 എന്നാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് പഠിച്ചു വെക്കേണ്ടി വരും. ഇതിൽ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ ടി റേസ് ടു -2 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിസ്റ്റൻസിൻ്റെത് ആർ സ്ക്വയർ എന്ന് പറയുമ്പം ലെങ്ത്തിന്റെ സ്ക്വയർ വരും, എൽ സ്ക്വയർ വരും. അപ്പം അതും നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുന്നത്. അതായത് എഫ് ആർ സ്ക്വയർ ബൈ m1m2 എം എൽ ടി റേസ് ടു -2 ഇൻറ്റു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ എന്ന് വരും. അങ്ങനെ അത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പം എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2 എന്ന് കിട്ടും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കോൺസ്റ്റന്റുകളുടെ, എസ്പെഷ്യലി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ, അതുപോലെ ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക്, എനർജി, ഇതുപോലുള്ള കുറച്ച് ഡയമെൻഷൻസ്, പ്രഷർ, ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെക്കണം. അതിന്റെ ഇക്വേഷൻസിൽ നിന്ന് അത് ഡിറൈവ് ചെയ്ത് എടുക്കണം. നമ്മൾ കുറച്ചൊക്കെ ജസ്റ്റ് ഡയമെൻഷന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹലോ മാം. പറഞ്ഞോളൂ. മാം, ക്വസ്റ്റ്യന്റെ സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല. ഫസ്റ്റത്തെ പേജ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല? ഇല്ല, ആ മറ്റേ ചാപ്റ്ററിന്റെ നെയിം എഴുതിയത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങളിപ്പോ ഇപ്പൊ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, അല്ലെങ്കിൽ എന്ത് കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. ഞാനതൊന്ന് ലീവ് ചെയ്ത് നോക്കി, പക്ഷെ എന്നിട്ടും സെയിം പേജ് തന്നെ കാണിക്കണേ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. വേറെ എല്ലാവർക്കും ആർക്കും കാണാൻ പറ്റുന്നില്ലേ? ഇല്ല മിസ്സേ. ആണാണോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ.
ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് പേജ് കാണുന്നുണ്ടോ? ഇപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആ ഒരു പേജ് കാണാൻ പറ്റുന്നുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ എത്തിയോ? ഇപ്പൊ കാണുന്നത് ഏത് ക്വസ്റ്റ്യൻ ആണ്? സെയിം പേജ് തന്നെ ആ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ പേജ്. ഓക്കെ, നെക്സ്റ്റ് പേജ് ഓൺവേർഡ്സ് നമുക്ക് നോക്കാം. ഇപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു പോയത് നമുക്ക് നോക്കാം, ലാസ്റ്റ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഹലോ, സ്റ്റാർട്ട് ചെയ്തു. ആ ഓക്കെ, ഇപ്പം ഈ പേജ് തുടങ്ങി നമുക്ക് നോക്കാം, അടുത്ത പേജുകൾ കാണാൻ പറ്റുമോ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ് മാം. At which ഹലോ, ഓക്കെ, ഇപ്പം ഫോർത്ത് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടുമെന്ന്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. അറ്റ് വിച്ച് ടെമ്പറേച്ചർ ഡസ് ലിക്വിഡ് വാട്ടർ ഷോ മാക്സിമം ഡെൻസിറ്റി? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് മാം. ഓക്കെ, അപ്പം നമുക്കറിയാം വാട്ടറിന്റെ ഡെൻസിറ്റി മാക്സിമം ആവുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അത് ഡിഗ്രി സെൽഷ്യസിലാണ് 4 വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ആൻസേഴ്സ് തന്നേക്കണം, ഓപ്ഷൻസ് തന്നേക്കുന്നത് കെൽവിനിലാണ്. അപ്പൊ നമ്മളിതിനെ ഈ ഡിഗ്രിയെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. അപ്പൊ 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 + 273 എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുക. അപ്പൊ 4 + 273 എന്ന് പറഞ്ഞാൽ 277 കെൽവിൻ. അതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ?
ഈ ക്വസ്റ്റിന്റെ ആണോ മാം? ആ ഈ ക്വസ്റ്റ്യൻ്റെ അത് കണ്ടു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നോ? ഇല്ല മാം, ഫോർത്ത് തന്നെ നിൽക്കാം, സെയിം ക്വസ്റ്റ്യൻ നിൽക്കാം. ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ കേട്ടോ. ഓക്കെ മാം. ഇപ്പൊ നിങ്ങൾക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ എന്താ കാണുന്നത് സ്ക്രീനില്? ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എ പംകിൻ വെയ്സ് 7.5 ന്യൂട്ടൺ ഓൺ 7.5 ന്യൂട്ടൺ, അതായത് അതിന്റെ വെയിറ്റ് ആണ് 7.5 ന്യൂട്ടൺ എന്ന് പറയണേ. അപ്പൊ അതിന് നമ്മൾ മാസ് കണ്ടുപിടിക്കണം. അപ്പൊ വെയിറ്റിന്റെ ഇക്വേഷൻ എന്താ? W ഇസ് ഈക്വൽ ടു mg ആണ്. ജിയുടെ വാല്യൂ 10 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? W ഇസ് ഈക്വൽ ടു mg. അപ്പം m ഇസ് ഈക്വൽ ടു W ബൈ G എന്ന് വരും. അതായത് 7.5 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ദാറ്റ് ഈസ് 0.75 ന്യൂട്ടൺ ആണ് വരിക. അതുപോലെ ഇതിന്റെ ഇപ്പൊ മാസ് കിട്ടി 0.75 ന്യൂട്ടൺ. ഇതിന്റെ വാട്ടറിന്റെ വോളിയം തന്നിട്ടുണ്ട്, അത് ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വോളിയം മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്താലും മാത്രമേ നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 3/4 ലിറ്റർ വാട്ടറിന്റെ, ഇപ്പൊ നമ്മൾ വാട്ടറിന്റെ ഡെൻസിറ്റി എടുക്കുമ്പോഴത്തേക്കും ലിറ്ററും മീറ്റർ ക്യൂബും ഈക്വൽ ആയിരിക്കും. അപ്പൊ 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.75 ആണ് ഡെസിമൽ ആയിട്ട് എഴുതുമ്പോൾ. അപ്പം 0.75 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.75 മീറ്റർ ക്യൂബിന് ഈക്വൽ ആണ് ഇൻ ദ കേസ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് മാസം കിട്ടിയത് 0.75 ആണ്. ഈ പംകിന്റെ വോളിയം, അപ്പം പംകിന്റെ വോളിയം എന്നല്ലല്ലോ ഇതിൽ തന്നിട്ടുള്ളത്, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്നല്ലേ. അപ്പം അക്കോർഡിംഗ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു വസ്തു വെള്ളത്തിൽ സബ്മേർജ് ചെയ്യുമ്പം അത് അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ വോളിയവും ആ ഒബ്ജക്റ്റിന്റെ വോളിയവും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 3/4 ലിറ്റർ ഓഫ് വാട്ടർ ആണ് ഡിസ്പ്ലേസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും പംകിന്റെയും വോളിയം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് പംകിൻ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത്
മാസ് ഓഫ് ദി പംകിൻ എന്ന് പറയുന്നത് 0.75ഉം വോളിയവും 0.75 ആണ്. അപ്പം മാസ് ബൈ വോളിയം എന്താ വരിക? 0.75 ഡിവൈഡഡ് ബൈ 0.75, ദാറ്റ് ഈസ് 1 എന്നാണ് വാല്യൂ വരിക. ഈ 1 എന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് പംകിൻ ആണ്. അപ്പം റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഇവിടെ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ്. അപ്പം വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ വാല്യൂ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പം ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് കിട്ടിയത് 1 ആണ്. അങ്ങനെ ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് പംകിൻ എന്താണ് വരിക? 1 into density of water, that is 1 into 1000 kilogram per meter cube എന്ന് വരും. അതായത് ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഹലോ, ഹലോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് among the following is the fundamental quantity? അപ്പൊ നിങ്ങൾ SI സിസ്റ്റം ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് റിലേറ്റ് ചെയ്ത ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്കറിയാം മാസ്, ലെങ്ത്, ടൈം, പിന്നെ പഠിക്കുന്നത് ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. ഇത്രയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് പഠിക്കുന്നത്. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ടൈം ആണ്. അപ്പം 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും 2 സബ്സിഡറി അല്ലെങ്കിൽ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ആണ് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നത്. അതിൽ 7 ഞാനിപ്പോ പറഞ്ഞത്. സപ്ലിമെന്ററി ആയിട്ട് വരുന്നത് പ്ലെയിൻ ആംഗിളും പിന്നെ സോളിഡ് ആംഗിളും ആണ്. അപ്പം ഇത്രയും 7 മെയിൻ യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓപ്ഷനിലുള്ളത് ഓപ്ഷൻ ബി, ടൈം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? Yes, please. ഓക്കെ. Okay. Okay, which one of the following is the value of 1 nanometer എന്നാണ്. കണ്ടല്ലോ അല്ലെ ക്വസ്റ്റ്യൻ? അപ്പം ഇതില് നമുക്ക് നാനോമീറ്റർ മീറ്ററിൽ 1 നാനോമീറ്റർ മീറ്ററിൽ എടുക്കുമ്പോൾ 10⁻⁻⁹ മീറ്റർ ആണ്. പക്ഷെ നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, ഈ ഓപ്ഷനിൽ സെന്റിമീറ്ററിലാണ് ആൻസർ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 1 നാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁹ മീറ്റർ ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10⁻⁻7 സെന്റിമീറ്റർ എന്നാണ്. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. Okay, അപ്പം ഇത് നോക്കൂ. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എ വെഹിക്കിൾ ആക്സിലറേറ്റ് at the rate of 2 meter per second square towards east for 10 second എന്നാണ്. അപ്പോ നമ്മൾ ഇതില് ആദ്യം 10 സെക്കൻഡ് ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. ഡയറക്ഷൻ മാർക്ക് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാൻ.
നോർത്ത് വെസ്റ്റ്. അപ്പം ഇതില് നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുള്ളത് മൂവ് ചെയ്തത് ഈസ്റ്റിലേക്കാണെന്നാണ്. ഈസ്റ്റിലേക്ക് സ്റ്റാർട്ടിങ് ഫ്രം വെസ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്തത് യു ഇസ് ഈക്വൽ ടു സീറോ എന്ന് എടുക്കാം. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി സീറോ എന്ന് എടുക്കാം. പിന്നെ അതിന്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ടൈമും തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ്. ഇവിടെ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ യു എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പൊ പിന്നെ നമുക്ക് എസ് എന്താണ് എടുക്കാൻ പറ്റുക? ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് എസ് വരിക. നമുക്ക് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എ 2 ആണ് തന്നിട്ടുള്ളത് ഇൻറ്റു ടി തന്നിട്ടുള്ളത് 10 ആണ്. അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഹാഫ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 10 സ്ക്വയർ ദാറ്റ് ഈസ് 100 ആണ് ആൻസർ ആയിട്ട് വരിക. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. ഹൺഡ്രഡ് മീറ്റർ. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടേൺ ഇറ്റ് ദെൻ ആദ്യം ദെൻ സ്റ്റോപ്പ് സഡൻലി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർത്തിയതിന് ശേഷമാണ് അടുത്ത ഇത് സൗത്തിലേക്ക് ട്രാവൽ ചെയ്തത്, അതായത് റൈറ്റിലേക്ക് തിരിഞ്ഞ് ട്രാവൽ ചെയ്തത്. അപ്പൊ രണ്ടാമത്തെ സെക്ഷനും, അതായത് നമ്മൾ രണ്ടാമത് ഇപ്പം ഒരു ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതും സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യു സീറോ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ വരാറില്ല. സാധാരണ ടേൺ എന്ന് പറഞ്ഞിട്ടാണ് എടുക്കാറ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഫസ്റ്റ് പോർഷന്റെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് പ്രോബ്ലം ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഇറ്റ് ദെൻ സ്റ്റോപ്പ് സഡൻലി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസിലും, അതായത് സൗത്തിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്തും ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പൊ നമ്മൾ ഇതേ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ അതേ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ ഇവിടെ വരാൻ പോകുന്നത് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നേരത്തെ 2 എടുത്തു കൊടുത്ത് ഇവിടെ 4√2 ആണ് വരുന്നത്. അപ്പൊ 4√2 ചെയ്ത് വരുമ്പോൾ നമുക്ക് 2√2 എന്ന് വരും. 2√2 അതായത് ഹാഫ് ഇൻറ്റു
എസ് ഇസ് ഈക്വൽ ടു ഇവിടെ വരാൻ പോണത് വൺ ബൈ ടു ഇൻറ്റു ഫോർ റൂട്ട് ടു ഇൻറ്റു ഇവിടെയും നമുക്ക് ടൈം തന്നിട്ടുള്ളത് 10 തന്നെയാണ്. അപ്പൊ 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 തന്നെ വരും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ കിട്ടാൻ പോകുന്നത് ആൻസർ കിട്ടാൻ പോകുന്നത് ഇത് കട്ട് ചെയ്തു നമ്മള്. അപ്പൊ ഇവിടെ 2 ആയി. അങ്ങനെ വരുമ്പോൾ 200 റൂട്ട് 2 എന്നാണ് ഇവിടെ ആൻസർ വരാൻ പോകുന്നത്. അപ്പം 2 ഇൻറ്റു 100 ഇൻറ്റു റൂട്ട് 2 200 റൂട്ട് 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇവർ ചോദിച്ചേക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പം ഇവിടെ രണ്ട് സൈഡും നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഒന്ന് കിട്ടിയത് 100 മീറ്ററും രണ്ടാമത്തത് കിട്ടിയത് 200 റൂട്ട് 2 എന്നുമാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് അതായത് ഇനീഷ്യൽ പോയിന്റ് ഇവിടെയാണ്. ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ദൂരമാണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈതഗോറസ് തിയറം ആണ്. ഇപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടാൻ പോകുന്നത്, ഇപ്പൊ നമുക്ക് സേ ഈ ഡിസ്റ്റൻസിനെ നമ്മളിപ്പം എ സി എന്ന് വിളിക്കുകയാണെങ്കിൽ AC is equal to root of ആദ്യത്തേത് 100 സ്ക്വയർ. സ്ക്വയർ പ്ലസ് രണ്ടാമത്തത് 200 റൂട്ട് 2ന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അപ്പം നമുക്കറിയാം 200ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റൂട്ട് 2ന്റെ സ്ക്വയർ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 200 റൂട്ട് 2 the whole square. ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂസ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് this is equal to, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 വരും പ്ലസ് 200 റൂട്ട് 2ന്റെ സ്ക്വയർ 8,000 വരും. ഐ മീൻ 80,000 വരും കേട്ടോ. ഓക്കെ, ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടാൻ പോകുന്നത് 300 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരാൻ പോകുന്നത് 300 മീറ്റർ ആണ്. അപ്പം ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സെപ്പറേറ്റ് ഓരോന്നിന്റെയും ഡിസ്പ്ലേസ്മെന്റ്, ഓരോ സൈഡിലെയും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് നമ്മൾ ഫൈനൽ ആൻസർ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. അപ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ ഇനീഷ്യൽ വെലോസിറ്റി
സീറോ ആണെന്നുള്ളത് ആദ്യത്തെ കേസിൽ ഫോർ ഷുവർ ആണ്. രണ്ടാമത്തെ കേസിൽ ഇറ്റ് സ്റ്റോപ്പ് സഡൻലി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രോബ്ലം വായിച്ചു നോക്കുമ്പോൾ. ഓക്കെ, അപ്പം ആൻസർ 300 മീറ്റർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുറച്ച് സ്ലോ ആവുന്നുണ്ട് നമ്മളിപ്പോ. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എ സ്റ്റോൺ ഇസ് ത്രോൺ ഹൊറിസോണ്ടലി ഫ്രം ദി ടോപ്പ് ഓഫ് എ 20 meter height building with a speed of 12 meter per second. It hits the ground at a distance r from the building. Taking g is equal to 10 meter per second square and neglecting air resistance, the correct answer is. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ഒരു ബിൽഡിംഗ് തന്നിട്ടുണ്ട്, ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊരു ബിൽഡിംഗ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 20 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ബിൽഡിങ്ങിൽ നിന്ന് എറിഞ്ഞ് ഇപ്പോ അതായത് ഇവർ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആണെങ്കിൽ ഇത് ഹൊറിസോണ്ടലി ഇങ്ങനെ ഒരു നേരെ താഴേക്കല്ല കുറച്ച് ഡിസ്റ്റൻസിലേക്കാണ് എറിഞ്ഞിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ദൂരമാണ്, ഇവിടെ നിന്ന് ബിൽഡിങ്ങിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം. അതായത് ഇതാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നോർമലി നേരെ താഴെ വീഴാനും ഇങ്ങനെ താഴത്തേക്ക് ഈ ഒരു ഡയറക്ഷനിൽ എറിഞ്ഞാൽ താഴെ വീഴാനും എടുക്കുന്ന സമയം മോർ ഓർ ലെസ് സെയിം ആണ്. അപ്പൊ ഈ ടൈം കണ്ടുപിടിക്കുക, ഈ എച്ച് ഉപയോഗിച്ചിട്ട് ഈ ഹൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കറിയാം ഒരു വസ്തു ഫ്രീ ഫോളിലാണെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടുകയാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ എച്ചിന്റെ വാല്യൂ വരിക എസ് എസ്, ഇപ്പൊ നമ്മൾ എസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നേരെ ഫ്രീ ഫോളിന്റെ സമയത്ത് എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ യു 0 ആയതുകൊണ്ട് എച്ച് ഈസ് സിംപ്ലി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1/2. ഇപ്പൊ കുറെ പ്രാവശ്യമായിട്ട് നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാഫ് എ ടി സ്ക്വയർ, ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അതായത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? എച്ചിന്റെ വാല്യൂ 20 ആണെന്ന് അറിയാം, എയുടെ വാല്യൂ 10 ആണെന്ന് അറിയാം. ഇതിൽ നിന്ന് നമുക്ക് ടി സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു, അപ്പൊ ആദ്യം നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോ 2h ഡിവൈഡഡ് ബൈ എ എന്ന് വരും. 2h ഡിവൈഡഡ് ബൈ എ, ദാറ്റ്സ് ഈക്വൽ ടു 2 into 20 ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ 10 ആണ് വരിക. അപ്പോ ദിസ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയറിന്റെ വാല്യൂ വരിക 4 ആണ്. അതായത് 20/10 എന്ന് പറയുമ്പോൾ 2 വരും, 2 into 2 4. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ടിയുടെ വാല്യൂ, ടി സ്ക്വയറിന്റെ വാല്യൂ 4 ആണ് വരിക. അപ്പൊ ടിയുടെ വാല്യൂ വരിക 2 ആണ്. ഇനി നമ്മൾ r കണ്ടുപിടിക്കാൻ നേരത്ത് u into t എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ r കണ്ടുപിടിക്കാൻ നേരത്ത് u into t ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നേരെ താഴത്തേക്ക് എറിഞ്ഞാലും അല്ലാതെ ഇപ്പൊ ഈ ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ നമ്മളിപ്പോ ഈ ഒരു രീതിയിലാണ് ഇത് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിലും ടൈമിൽ അധികം ഡിഫറൻസ് വരില്ല. അപ്പൊ നമ്മൾ r കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ ആ ഹൊറിസോണ്ടൽ വെലോസിറ്റി എടുക്കുക. ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി u എന്ന് എടുക്കുകയാണെങ്കിൽ യുവിന്റെ വാല്യൂ അവർ തന്നിട്ടുമുണ്ട്, ടിയുടെ വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും യുവിന്റെ വാല്യൂ വരിക 12 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 12 ഇൻറ്റു ടിയുടെ വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ നിന്ന് 2 അപ്പം കിട്ടുക 12 into 2, ദാറ്റ് ഈസ് 24 മീറ്റർ.
24 മീറ്റർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതില് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്തരം പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതുപോലത്തെ സിമിലർ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഫ്രീ ഫോൾ ആയിട്ട് ഈ തന്നിട്ടുള്ള ഹൈറ്റ്, ഇപ്പൊ ചിലപ്പോൾ നമ്മളോട് ഹൊറിസോണ്ടൽ വെലോസിറ്റി തരാതെ ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി കണ്ടുപിടിക്കാനും പറയാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലും നമ്മൾ ആദ്യം ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നേരെ താഴെ വീഴുകയാണെങ്കിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി 0 എന്നുള്ള കൺസെപ്റ്റ് എടുത്തിട്ട് ടോട്ടൽ ഹൈറ്റ് വെച്ചിട്ട് ടൈം കണ്ടുപിടിക്കും. എന്നിട്ട് ആ ടൈം കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് 6 കണ്ടുപിടിക്കാനാണ്. അതിന് പകരം 6 തന്നിട്ട് യു കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇത് തന്നെ ചെയ്യാം. ആദ്യം ഫ്രീ ഫോളിന്റെ സമയത്ത് നിന്ന് ടി കണ്ടുപിടിക്കുക. ടി കണ്ടുപിടിച്ചതിന് ശേഷം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 6 തന്നിട്ടില്ലെങ്കിൽ യു കണ്ടുപിടിക്കാം. യു ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് 6 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question, a bus starting from a bus stand and moving with uniform acceleration attains a speed of 20 km/h in 10 minutes. What is its acceleration? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിൽ തന്നിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി 20 km/h ആണ്. ടൈം തന്നിട്ടുള്ളത് 10 മിനിറ്റ് എന്നാണ്. അതിനെ നമ്മൾ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10/60, ദാറ്റ് ഈസ് 1/6 അവർ എന്ന് വരും. ആക്സിലറേഷൻ v മൈനസ് യു ബൈ ടി ആണ്, അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആക്സിലറേഷൻ കിട്ടുക 120 km/h ആണ്. ഓക്കെ, അതായത് ഓപ്ഷൻ ബി. നിങ്ങൾക്ക് സ്ക്രീൻ ക്ലിയർ ആണല്ലോ അല്ലെ ഇപ്പോ? ഹലോ? Yes, miss. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എ ബസ് സ്റ്റാർട്ടിംഗ് ഫ്രം ബസ് സ്റ്റാൻഡ് ആണ്, അതാണ് നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 12 m/s ഈസ് സബ്ജക്റ്റഡ് ടു ബ്രേക്സ് വിച്ച് പ്രൊഡ്യൂസ് എ ഡീസിലറേഷൻ ഓഫ് 6 m/s². ഇവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോ വണ്ടി സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യാൻ പോകുന്നത്. ദ കാർ ടേക്സ് 2 seconds ടു സ്റ്റോപ്പ് ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ബ്രേക്സ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ബ്രേക്സ്? അപ്പം ഇവിടെ നമുക്ക് അറിയാം ഇത് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം v is equal to 0 എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി നമുക്ക് ഇപ്പം അതിന്റെ ആവശ്യമില്ല. v is equal to 0 എന്നുള്ളത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് s is equal to ut plus half at² എന്ന് എടുക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡീസിലറേഷൻ ആയതുകൊണ്ട് തന്നെ എയുടെ വാല്യൂ നെഗറ്റീവ് എടുക്കണം എന്നുള്ളതാണ്. അത് എടുത്തില്ലെങ്കിൽ ഈ പ്രോബ്ലം മൊത്തം തെറ്റിപ്പോവും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. യു തന്നിട്ടുണ്ട്, എ നെഗറ്റീവ് 6 m/s² ആണ്, ടി 2 സെക്കൻഡ് ആണ്. ഇത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 12 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If an object is at rest, then the time versus distance graph. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം റെസ്റ്റിലായ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെയാണ്? നമ്മൾ എല്ലാ ഗ്രാഫുകളും ഓൾറെഡി തന്നിട്ടുള്ളതാണ്. അതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇത് ടൈം ആക്സിസിന് പാരലൽ ആയിരിക്കും, അതായത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഗ്രാഫ് വരിക. അപ്പൊ നമ്മൾ ഈ ഗ്രാഫ് ഹൊറിസോണ്ടൽ ഗ്രാഫ് ആണ് എന്ന് പറയും. ഇതുപോലെ റെസ്റ്റ്, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ, ഇതിന്റെ എല്ലാം ഗ്രാഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ ജേർണി ബൈ എ കാർ റെപ്രസെന്റ് ബൈ ദി ഗ്രാഫ് ബിലോ. അപ്പം ഇങ്ങനത്തെ കേസിൽ ഇതിൽ ഏത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഏത് വെലോസിറ്റി ആണ് വലിയ വെലോസിറ്റി എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സ്ലോപ്പ് എടുത്ത് നോക്കുക. ഇതിന്റെ സ്ലോപ്പ് ഇങ്ങനെയാണ് വരിക. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y/x ആണ്. അപ്പം ഇതാണ് y ആക്സിസ്, ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം ബിയുടെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ബി ആയിട്ട് വരിക. ബിയുടെ സെക്ഷനിൽ വൈയും എക്സും. ഇവിടെ ആണെങ്കിൽ സി എന്ന് പറഞ്ഞ സെക്ഷനിലാണെങ്കിൽ ഇതാ
ഇതുപോലെയാണ് വരിക. അപ്പൊ ഇതിന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. ബി എന്ന് പറഞ്ഞ സെക്ഷനിൽ വൈയുടെ വാല്യൂ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂ കമ്പാരിറ്റീവ്ലി ഏറ്റവും വലുതാണ്. അതുകൊണ്ട് തന്നെ വൈ ബൈ ടൈം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ചെറുതുമാണ്. അപ്പം ഇവിടുത്തെ ടൈം വെച്ച് നോക്കുമ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി ബി ആയിരിക്കും. അത് കഴിഞ്ഞാൽ വി എ, ഏറ്റവും കുറവ് വെലോസിറ്റി വരുന്ന ഭാഗം എന്ന് പറയുന്നത് സി എന്ന പോർഷൻ, അതായത് വി സി ആണ്. അപ്പം വി ബി ഗ്രേറ്റർ ദാൻ വി എ ഗ്രേറ്റർ ദാൻ വി സി, അതായത് ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The area under the velocity time graph for a particle moving in a straight line with uniform acceleration. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. യൂണിഫോം ആക്സിലറേഷനുള്ള ഒരു ഗ്രാഫിന്, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പും ഏരിയയും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇവിടെ തന്നിട്ടുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അതുപോലെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിലാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി നോട്ട് തന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object is dropped from a height onto the floor. Which one of the following remains uniform as it falls? ഇത് നമുക്കറിയാം, ഫ്രീ ഫോളിന്റെ സമയത്ത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 m/s² ആയിരിക്കും. It is easier to roll a barrel along the road than to pull it because എന്തുകൊണ്ടാണ് ഒരു ബാരലിനെ റോൾ ചെയ്യുന്നത് പുൾ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്? അത് കാരണം എന്താണ്? റോളിംഗ് ഫ്രിക്ഷൻ എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും. വലിച്ചു നീക്കുമ്പോൾ സ്ലൈഡിംഗ് ഫ്രിക്ഷനും ഉരുട്ടി നീക്കുമ്പോൾ റോളിംഗ് ഫ്രിക്ഷനുമാണ് ഉണ്ടാവുക. ഇത് നമ്മൾ ഇതും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ ബോൾ ബെയറിംഗ്സ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ പോർഷൻ. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ അണ്ടർഗോസ് എ യൂണിഫോം സർക്കുലർ മോഷൻ. ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ ഈസ്. ഈ യൂണിഫോം സർക്കുലർ മോഷന്റെ കേസിൽ നമ്മൾ യൂണിഫോം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരുപോലെ ഈ കോൺസ്റ്റന്റ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പോലും യൂണിഫോം സർക്കുലർ മോഷനിൽ ഓരോ പോയിന്റിലും ആക്സിലറേഷന്റെയും വെലോസിറ്റിയുടെയും ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ യൂണിഫോം സർക്കുലർ മോഷനിലെ ആക്സിലറേഷൻ ഒരു നോൺ സീറോ ബട്ട് നോട്ട് എ കോൺസ്റ്റന്റ് അങ്ങനെയാണ് വരിക. ഇപ്പം ഇതിൽ തന്നിട്ടുള്ളതിൽ യൂണിഫോം സർക്കുലർ മോഷനിലെ ആക്സിലറേഷൻ ഒരിക്കലും സീറോ ആവില്ല, നോൺ സീറോ കോൺസ്റ്റന്റും ആവില്ല. കോൺസ്റ്റന്റ് ആവാതിരിക്കാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞ ഓരോ പോയിന്റിലും അതിന്റെ ആക്സിലറേഷന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഐ മീൻ ഓപ്ഷൻ സി ആണ്. മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കാം, പക്ഷെ ഡയറക്ഷൻ ഓരോ പോയിന്റിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതും നേരിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് അലോങ്. അപ്പം ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി ക്ലാസ്സിൽ. നമ്മൾ കുടയിൽ വെള്ളം വീഴുമ്പോൾ അത് കറക്കി കഴിഞ്ഞാൽ വെള്ളം തെറിച്ചു പോകുന്ന ഡയറക്ഷൻ ആണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ, ദാറ്റ് ഇസ് ടാൻജൻഷ്യലി ഔട്ട്വേർഡ്സ് ആണ്. അതേസമയം ആക്സിലറേഷന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദി സെന്റർ ആണ്. അതായത് വെലോസിറ്റിയുടെ ഡയറക്ഷനും ആക്സിലറേഷന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പം ഇവിടെ നമ്മളോട് വെറുതെ ഡയറക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടുവേർഡ്സ് ദ സെന്റർ എന്ന് പറയാം. ഇവിടെ ഒരു കമ്പാരിസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് ഓഫ് ദി വെലോസിറ്റി. അതായത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. Ram records the odometer readings of his car for the distance covered from 2000 km at the start of his journey and 2400 km at the end of the journey after 8 hours. വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. 2000 നിന്ന് 2400 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 4000 കിലോമീറ്റർ.
ടോട്ടൽ ടൈം ടേക്കൺ 8 hours. അപ്പോൾ 4000 അല്ല കേട്ടോ, 400 ആണ്. 2000 to 2400 എന്ന് പറയുമ്പോൾ 400 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ടൈം എടുത്തിട്ടുള്ളത് 8 hours ആണ്. സിംപ്ലി ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 400/8, ദാറ്റ് ഈസ് 50 km/h. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. Okay, next one. Which one of the following statement about speed and velocity is correct? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് ഒരു സ്കെയിലാർ ആണെന്നും വെലോസിറ്റി ഒരു വെക്ടർ ആണെന്നുള്ളത് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പം ഇതിൽ ഓപ്ഷൻസ് വായിച്ചറിയാം. സ്പീഡ് ആൻഡ് വെലോസിറ്റി ബോത്ത് ആർ വെക്ടർ, അപ്പൊ അത് തെറ്റാണ്. സ്പീഡ് ആൻഡ് വെലോസിറ്റി ബോത്ത് ആർ സ്കെയിലാർ, സ്പീഡ് വെക്ടർ, വെലോസിറ്റി സ്കെയിലാർ, ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പം ഫൈനൽ ഓപ്ഷൻ ഡിയിൽ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പീഡ് ഈസ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആൻഡ് വെലോസിറ്റി ഈസ് വെക്ടർ ക്വാണ്ടിറ്റി. അപ്പം നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one among the following diagrams may correctly represent the motion of a skydiver during a jump? ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമുക്കറിയാം, ആദ്യം സ്കൈ ഡൈവറുടെ സ്പീഡ് ഉയരും, അതായത് ഇൻക്രീസ് ചെയ്യും. അതാണ് ഈ കാണിച്ചിട്ടുള്ള ഭാഗം. നമ്മൾ സ്കൈ ഡൈവറുടെ ഇത് ഈ ഒരു ഭാഗത്ത് ഇത് ഉയരും. അത് കഴിഞ്ഞിട്ട് അതൊരു ടെർമിനൽ വെലോസിറ്റിയിലേക്ക് എത്തും. പിന്നെ പാരച്യൂട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്പീഡ് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നു. അതിനുശേഷം ഗ്രാജുവലി സീറോയിലേക്ക് എത്തുന്നു. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്തത്. എ വെഹിക്കിൾ സ്റ്റാർട്ട്സ് മൂവിംഗ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ പാത്ത് ഫ്രം റെസ്റ്റ്. ഇൻ ഫസ്റ്റ് t seconds it moves with an acceleration of 2 meter per second square, and then in next 10 seconds it moves with an acceleration of 5 meter per second square. The total distance traveled by the vehicle is. അപ്പൊ നമ്മൾ ഓരോ പാർട്ടിലും ഉള്ളത് ആദ്യം കണ്ടുപിടിക്കണം. ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയാ വരിക? ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് S is equal to ut plus half at square. അതിൽ A തന്നിട്ടുണ്ട് 2 ആണെന്ന്, പിന്നെ തന്നിട്ടുള്ളത് ടൈം തന്നിട്ടില്ല, ടൈം ടി സ്ക്വയർ എന്ന് തന്നെയാണ്, ടീം തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ഇൻ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് t² എന്ന് തന്നെ കിട്ടും. ഇനി രണ്ടാമത് then it moves with an acceleration. അപ്പം അടുത്ത ഒരു സെഷനിൽ then in next 10 seconds എന്നല്ലേ പറഞ്ഞ, ആ നെക്സ്റ്റ് 10 സെക്കൻഡിലെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ t സെക്കൻഡിലെ ഫൈനൽ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. v is equal to u plus at എന്നാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. v is equal to u plus u plus u plus a t. ഇതില് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ ആദ്യത്തെ t സെക്കൻഡില് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് ഇത് നമുക്ക് 0 എന്ന് എടുക്കാം. അപ്പൊ പിന്നെ വരിക എന്തായിരിക്കും? AT എന്നാണ്. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഫസ്റ്റ് സെഷനിൽ 2 ആണ്. ടൈം തന്നിരിക്കുന്നത് t എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിന്റെ ഫൈനൽ വെലോസിറ്റി 2t ആണ്. അതാണ് സെക്കൻഡ് പാർട്ടിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് വരിക. അപ്പൊ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ യുടെ സ്ഥാനത്ത് 2t എന്ന് കൊടുക്കുക. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാ വരിക? യുവിന്റെ സ്ഥാനത്ത് 2t എന്ന് കൊടുത്തു. സെക്കൻഡ് പാർട്ടിലെ ടൈം തന്നിട്ടുണ്ട് അവര് 10 സെക്കൻഡ് ആണ്. അപ്പൊ 2t plus 10 2t into 10 plus അടുത്തത് ഹാഫ് ut plus half at square ആണല്ലോ, പ്ലസ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു ടൈം 10 ആണ്, 10 സ്ക്വയർ 100. അപ്പൊ നമുക്ക് ഇത് കിട്ടുക 20t പ്ലസ് ഇവിടെ 100 വരുമ്പോ 250 എന്ന് വരും. 20t പ്ലസ് 250 എന്നാണ് ഇതിന്റെ ആൻസർ വരിക. t plus
20t പ്ലസ് 250 എന്ന് വരും. ഇനി നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് 550 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാം. ആദ്യത്തെ പാർട്ടിലെ t² ആണ് ഡിസ്റ്റൻസ്, രണ്ടാമത്തെ പാർട്ടിൽ 20t പ്ലസ് 250 ആണ് ഡിസ്റ്റൻസ് തന്നിട്ടുള്ളത്. ഇപ്പൊ ടോട്ടൽ പറയുമ്പോൾ t² പ്ലസ് 20t പ്ലസ് 250, അതായത് t² പ്ലസ് 20t. t² ആദ്യത്തെ ഭാഗമാണ്, രണ്ടാമത്തെ പോർഷൻ ആണ്, അതായത് രണ്ടാമത്തെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ 20t പ്ലസ് 250 എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ എത്രയാണെന്ന് തന്നിട്ടുള്ളത് കൊണ്ട് ഇത് ഈക്വൽ ടു 550 ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് t² പ്ലസ് 20t പ്ലസ് 250 ഇസ് ഈക്വൽ ടു 550 എന്ന് കിട്ടി. ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഈ 550 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ t² പ്ലസ് 20t മൈനസ് 300 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് നമ്മൾ അപ്പം അതായത് ഇനി നമ്മൾ എഴുതുമ്പോൾ ഇത് ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ മൈനസ് 250യും 550യും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് മൈനസ് 300. ഈ 550 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ നെഗറ്റീവ് 550 ആയി, അങ്ങനെയാണ് ഇത് കിട്ടുക. ഇത് നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിയുടെ വാല്യൂ 10 സെക്കൻഡ് എന്ന് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the nature of velocity time graph of a car moving with uniform acceleration? അപ്പം യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Which one of the following graph represents the equation of motion v is equal to u plus at where all quantities are non-zero? ഇവിടെ ശ്രദ്ധിക്കണം, ഇപ്പൊ കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇവിടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ v is equal to u plus at നെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും, അതായത് എയും ബിയും ഇത് സെയിം, ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ഇവർ പറഞ്ഞിട്ടുണ്ട്, വേർ ഓൾ ക്വാണ്ടിറ്റീസ് ആർ നോൺ സീറോ. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് സീറോയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓൾ ക്വാണ്ടിറ്റീസ് ആർ നോൺ സീറോ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് v. ഇറ്റ്സ് ആവറേജ് ആക്സിലറേഷൻ ഓവർ ദ ടൈം വെൻ t മൂവ്സ് ഓവർ ഹാഫ് ദ സർക്കിൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹാഫ് ദ സർക്കിൾ ആണ് വരുന്നത്, ഫുൾ ആയിട്ട് ഇല്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒരു സർക്കിൾ എടുത്തിട്ട് അതിന്റെ പകുതി മാത്രമാണ് ഇത് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ പകുതി, അതായത് സെന്ററിൽ കൂടി ഒരു ലൈൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഡൗൺവേർഡ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ
ഇതെടുക്കുമ്പോഴത്തേക്കും ആവറേജ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി എന്നാണ് ആക്സിലറേഷൻ എഴുതാറ് സാധാരണ. അപ്പം ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി എന്ന് എഴുതുമ്പോൾ ഇവിടെ എ ഇസ് ഈക്വൽ ടു, നമ്മൾ ഇത് ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കുകയാണ്. ഈ ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഡിഫറൻസ്, അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പം ഇവിടെ ഫൈനൽ വെലോസിറ്റി നമ്മൾ വിന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. ഇത് ഫൈനൽ വെലോസിറ്റി ആണ്. ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇത് ഈ വെലോസിറ്റി എല്ലായിടത്തും ഈക്വൽ ആണ്, വി തന്നെയാണ്, യൂണിഫോം സർക്കുലർ മോഷൻ ആയതുകൊണ്ട്. പക്ഷെ ഡയറക്ഷൻ വേറെയാണ്. അപ്പം ഇവിടെ ഫൈനൽ വെലോസിറ്റി വി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് വി ഡിവൈഡഡ് ബൈ ടൈം അതായത് ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആണ് നമുക്ക്. വി മൈനസ് മൈനസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി പ്ലസ് വി, ദാറ്റ് ഈസ് 2v എന്ന് വരും. 2v ഡിവൈഡഡ് ബൈ ടി. ഇനി ടി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രാവൽ ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ഹാഫ് സർക്കിൾ ആണ്. ഹാഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് എടുക്കാറ്? 2πr ആണ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ πr ആണ് വരിക. പിന്നെ വെലോസിറ്റി നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് v എന്ന്. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ് ട്രാവലിംഗ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ് എടുക്കാറ്. അങ്ങനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പീഡാണ് ഇവിടെ എടുത്തേക്കുന്നത് v എന്ന് പറയുന്നത്. അപ്പം ടൈം എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? ആ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അതായത് πr ബൈ v. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദിസ് ഇസ് ഈക്വൽ ടു 2v ഡിവൈഡഡ് ബൈ, ഒന്നുകൂടി പറയാം, സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ആണ്. അപ്പൊ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെമി സർക്കിൾ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഹാഫ് സർക്കിൾ ആയതുകൊണ്ട് πr ആണ്, സ്പീഡ് v ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ πr ഡിവൈഡഡ് ബൈ v എന്ന് വരും. ആ πr ഡിവൈഡഡ് ബൈ v നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് ടൈമിന്റെ സ്ഥലത്ത്. πr ഡിവൈഡഡ് ബൈ v. അപ്പം ഈ v ഇവിടെ നിന്ന് മുകളിലേക്ക് പോകും. അപ്പൊ നമുക്ക് കിട്ടുക 2v² ഡിവൈഡഡ് ബൈ πr. അതാണ് ആക്സിലറേഷൻ ആയിട്ട് കിട്ടുക, 2v² ഡിവൈഡഡ് ബൈ πr. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് നമ്മൾ അങ്ങനെ കൊടുത്തില്ല. ഡയറക്ഷൻ ഒരെണ്ണം അപ്വേർഡും മറ്റേത് ഡൗൺവേർഡും കോൺസ്റ്റന്റ് ആണ് സ്പീഡ് എന്ന് എടുത്താൽ v മൈനസ് v 0 എന്ന് വരും. ഓപ്ഷനിൽ 0 എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എ യൂണിഫോം മോഷൻ ഓഫ് എ കാർ along a circular path experiences, അതായത് യൂണിഫോം മോഷൻ ഓഫ് എ കാർ along a circular path എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം സർക്കുലർ പാത്തിൽ കൂടിയുള്ള ഒരു കാർ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ സ്പീഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മോഷൻ, എ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പൊ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. സ്പീഡ് എന്ന് പറയുന്നത് സ്കെയിലാർ ആണ്, അപ്പൊ ഡയറക്ഷൻ ഓഫ് മോഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷെ വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ആണ്, അത് ഡയറക്ഷൻ ഓഫ് മോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട്, അതായത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഇവിടെ പിന്നെ പറഞ്ഞിട്ടുള്ളത് ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഇവിടെ വെലോസിറ്റി ആണ് ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, a solid disk and a solid sphere have the same mass and same radius. ഇത് വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറ്. ഇതിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ ആണ്. അപ്പം സോളിഡ് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഹാഫ് mr²ഉം സോളിഡ് സ്ഫിയറിൻ്റെത് 2/5 mr² ആണ്. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആണ്. രണ്ടിലും m എന്ന് പറയുന്നത് മാസ് ആണ്, r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷനും സെന്റർ ഓഫ് മാസും തമ്മിലുള്ള ദൂരമാണ്. അപ്പൊ ഇതില് ഹാഫ് എന്ന് പറയുന്നത് 2/5 വലുതായതുകൊണ്ട് തന്നെ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്.
Next, a man is sitting on a revolving stool with his arm outstretched. When he suddenly pull his arms. ഇപ്പം തൊട്ട് മുമ്പ് നമ്മൾ mr² ആണ് അതിന്റെ ഇക്വേഷൻ mr² എന്ന് പറഞ്ഞ ടേം ഉണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പം when he suddenly stretch his arms outwards, what will happen? ആറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും അല്ലെ? അപ്പം ഹിസ് ആംഗുലർ, ഇവിടെ ഓപ്ഷൻസ് വായിച്ചു നോക്കൂ. ഇവിടെ ആംഗുലർ വെലോസിറ്റി, മൊമെന്റ് ഓഫ് ഇനർഷ്യ, ആംഗുലർ വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ്, പിന്നെ ആംഗുലർ മൊമെന്റം ഇൻക്രീസസ്. ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിന് ഏത് ഓപ്ഷൻ ആണ് നോക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം എ മാൻ ഈസ് സിറ്റിംഗ് ഓൺ എ റിവോൾവിംഗ് സ്റ്റൂൾ വിത്ത് ഹിസ് ആംസ് ഔട്ട്സ്ട്രെച്ച്ഡ് വെൻ ഹി സഡൻലി പുൾ ഹിസ് ആംസ് ഇൻസൈഡ് എന്നാണ്. അപ്പൊ 6 ഓൾറെഡി ഔട്ട്സ്ട്രെച്ച്ഡ് ആയിരുന്നത് കൊണ്ട് 6 ഇൻക്രീസ്ഡ് ആയിരുന്നു, ലാർജ് വാല്യൂ ആയിരുന്നു. അത് ഉള്ളിലേക്ക് വലിക്കുമ്പോൾ 6ന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അപ്പൊ mr² ആണല്ലോ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ 6 ഡിക്രീസ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയും കൺസീക്വന്റ്ലി ഡിക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് ആൻസർ ഇതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത്, an athlete diving off a high spring board can perform a variety of exercises in air before entering the water body. Which parameter will remain constant during the fall? അപ്പം ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ എല്ലാ എക്സ്പ്രഷൻസിലും ഉപയോഗിക്കുന്നത് ആംഗുലാർ മൊമെന്റം കൺസേർഡ് ആണ് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു ക്യാറ്റിന്റെ ജമ്പ് വരുമ്പോ, അത്ലറ്റിന്റെ വരുമ്പോ, ഇത് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ റിവോൾവിംഗ് ചെയറിന്റെ കേസൊക്കെ വരുമ്പോ ആംഗുലാർ മൊമെന്റം ഈസ് കൺസേർവ്ഡ് എന്നുള്ള ബേസിസിലാണ്, അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന ലോ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരിക. അടുത്തത്, the mass of the two planets are in the ratio 1:7. The ratio between their diameters is 2:1. The ratio of forces which they exert on each other. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ലോയിൽ പറഞ്ഞിട്ടുണ്ട് the force is equal and opposite ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫോഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻ ആൻസർ ചെയ്യാം. ഇതിന്റെ പ്രോബ്ലം ഒന്നും ചെയ്തു നോക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, a 5 Newton force is defined when a mass of 10 kg is accelerated. F is equal to m ആണ് ഇക്വേഷൻ, അത് അറിയാവുന്നതാണ്. അപ്പൊ ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്തായിരിക്കും? A is equal to F by m. F എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 5. m തന്നിട്ടുള്ളത് 10. 5 by 10 that is 0.5 meter per second square. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. Okay. A block of mass 2 kg slides on a rough horizontal plane surface. The speed of the block is 10 meter per second and it comes to rest after traveling 20 meter. Which could be the frictional force? അപ്പം ഇതില് ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം മാസ് F is equal to m ആണ്. A കണ്ടുപിടിക്കുക. എയുടെ ഇക്വേഷൻ എന്താണ് വരിക? ഇവിടെ കംസ് ടു റെസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് V0 ആണ്. അപ്പൊ A എന്ന് പറയുന്നത് V മൈനസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഫിന്റെ ഇക്വേഷൻ അറിയാം. F is equal to m ആണ്. ഇതിൽ നിന്ന് A ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് m തന്നിട്ടുണ്ടല്ലോ. m എന്ന് പറയുന്നത് V മൈനസ് U ഡിവൈഡഡ് ബൈ T ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ദിസ് ഇസ് ഈക്വൽ ടു V എന്ന് പറയുന്നത് 0 ആണ്, മൈനസ് യുവിന്റെ വാല്യൂ തന്നിട്ടുള്ളത് 10 ആണ്, ഡിവൈഡഡ് ബൈ ടൈം തന്നിട്ടുള്ളത്. ഇപ്പം ഡയറക്റ്റ് ഇവിടെ നമുക്ക് ദ സ്പീഡ് ഓഫ് ദ ബ്ലോക്ക് ഇസ് 10 meter per second and it comes to rest after traveling 20 meter എന്നാണ്. അപ്പൊ നമുക്ക് ടൈം തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ ടൈം കണ്ടുപിടിക്കും? ഇപ്പൊ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകിൽ ഇത് നേരിട്ട് ടൈമിന്റെ എക്സ്പ്രഷൻ എനർജി എന്നുള്ള രീതിയിലും ചെയ്യാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ടൈം തരാത്തത് കൊണ്ട് ഈ ടൈമിന്റെ ഇത് കണ്ടുപിടിക്കാൻ S is equal to ut plus half at square അല്ലെങ്കിൽ V is equal to u plus at, ഈ ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോ നമ്മൾ ഫൈനലി ഇതിന്റെ ഓക്കെ
ഇതിൽ നമ്മൾ ആദ്യം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ വെച്ചിട്ട് എ കണ്ടുപിടിച്ച് ഡയറക്റ്റ് കണ്ടുപിടിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് തന്നിട്ടുള്ളതെന്ന് എഫ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ആണ്. അപ്പം വി 0 ആണെന്ന് നമുക്കറിയാം. യുവിന്റെ വാല്യൂ ഓക്കെ സോറി കേട്ടോ ഇത് ഓക്കെ. അപ്പൊ ഇതിന്ന് നമുക്ക് നേരിട്ട് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ആക്സിലറേഷൻ വരുന്നത് -1.5 m/s² ആണ്. ഓക്കെ, ഇതിന്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഇതിന് തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇഫ് ദ ബ്ലോക്ക് പി ഇൻ ദ ഫിഗർ വർ ടു ബി അറ്റ് റെസ്റ്റ് വാട്ട് ഷുഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എഫ് ബി. അപ്പം ഇത് ഇക്വിലിബ്രിയത്തിലാണ് ഈ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ട് സൈഡിലെയും ഫോഴ്സുകൾ ഈക്വൽ ആയിരിക്കണം. അപ്പം ഒന്ന് 10 ന്യൂട്ടണും 15 ന്യൂട്ടണും അതിന്റെ രണ്ടിന്റെയും സെയിം ഡയറക്ഷൻ ആണ്. അപ്പൊ ഇത് ആഡ് ചെയ്താൽ നമുക്ക് 25 ന്യൂട്ടൺ കിട്ടും. ഇപ്പുറത്തെ സൈഡിലെ മൂന്നും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇത് ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ഈ രണ്ട് സൈഡിലെയും ഫോഴ്സുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇപ്പൊ ഓപ്പോസിറ്റ് ആണ് ഡയറക്ഷൻസ്, ഇനി ഈക്വൽ ആവണമെങ്കിൽ ഇവിടെ 25 ന്യൂട്ടൺ ആണെങ്കിൽ ഇപ്പുറത്തും 25 ന്യൂട്ടൺ ആയിരിക്കണം. അപ്പം നമുക്ക് ഇവിടെ 15 പ്ലസ് എഫ് എന്ന് പറയുന്നത് 25 ഈക്വൽ ആയിരിക്കണം. 17 പ്ലസ് എഫ് എന്ന് പറയുന്നത് 25 ഈക്വൽ ആയിരിക്കണം. ദർഫോർ എഫ് എന്ന് പറയുന്നത് 8 ന്യൂട്ടൺ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരും. അടുത്തത് സാൻഡ് ഫോൾസ് വെർട്ടിക്കലി ഓൺ എ കൺവെയർ ബെൽറ്റ് അറ്റ് എ റേറ്റ് ഓഫ് 0.1 kilogram per second. To keep the belt moving at uniform speed 2 meter per second, the force required is. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ ആക്സിലറേഷന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ നമ്മൾ പൊതുവെ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള എക്സ്പ്രഷൻ ആണ് എപ്പോഴും ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കറിയാം, നമ്മൾ ഈ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടാണ്. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മാസ് കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് എഴുതണേ. അല്ലാന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കും, എം എ പ്ലസ്, അതായത് മാസ് കോൺസ്റ്റന്റ് ആക്കിയിട്ട് ആക്സിലറേഷൻ. ഈ പിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാലോ, പി എന്ന് അല്ലെങ്കിൽ എക്സ്പ്രഷൻ നമുക്ക് അറിയാം. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വി ആണ്. അപ്പൊ നമ്മൾ പി ഇസ് ഈക്വൽ ടു എം വി എന്നുള്ള എക്സ്പ്രഷൻ അവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതിൽ ഓരോന്നിന്റെയും ടൈമിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ കണ്ടുപിടിക്കണം എന്നാണ്. അപ്പൊ നമുക്ക് അതിൽ നമ്മൾ എടുക്കുമ്പോൾ മാസിനെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് വെലോസിറ്റിയിൽ ചേഞ്ച് എടുക്കുമ്പോഴാണ് നമുക്ക് എം എന്ന് കിട്ടുക. പ്ലസ് ഇനി നമുക്ക് രണ്ടാമത്തെ ക്വാണ്ടിറ്റി വെലോസിറ്റിനെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, വി ഇൻറ്റു ഡി എം ഡിവൈഡഡ് ബൈ ഡി ടി. ഡി എം ഡിവൈഡഡ് ബൈ ഡി ടി. അപ്പം ഇതില് ഇവര് സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആക്സിലറേഷന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ആക്സിലറേഷന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം 0 ആയിരിക്കും. പിന്നെ വരിക എന്താണ്, വെലോസിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ മാസ്. ചേഞ്ച് ഇൻ മാസ് അവർ തന്നിട്ടുണ്ടല്ലോ, 0.1 കിലോഗ്രാം പെർ മീറ്റർ കിലോഗ്രാം പെർ സെക്കൻഡ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഈ ഡി എമ്മിന്റെ വാല്യൂ ഡി എം ഡിവൈഡഡ് ബൈ ഡി ടി ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. വിന്റെ വാല്യൂ എത്രയാ തന്നിട്ടുള്ളത്, 2 ആണ് തന്നിട്ടുള്ളത്. 2 ഇൻറ്റു ഡി എം ബൈ ഡി ടി 0.1. അങ്ങനെയാണ് നമുക്ക് 0.2 ന്യൂട്ടൺ എന്ന ഫൈനൽ ആൻസർ കിട്ടുന്നത്.
അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ കേസിലും മാസ് കോൺസ്റ്റന്റ് ആവണമെന്നില്ല. നമ്മൾ നോർമലി മാസ് കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള എക്സ്പ്രഷൻ എഴുതാറ്. പക്ഷെ എല്ലാ കേസിലും മാസ് അങ്ങനെ കോൺസ്റ്റന്റ് ആവണമെന്നില്ല. അങ്ങനത്തെ കേസ് വരുമ്പോ നമ്മൾ ഈ എക്സ്പ്രഷൻ ഫുൾ ആയിട്ട് എഴുതണം. എം എ പ്ലസ് വി ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്നാണ് എക്സ്പ്രഷൻ വരിക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഇവിടെ ഈ കേസിൽ ആക്സിലറേഷൻ 0 ആയതുകൊണ്ട് ഒരു ടേമേ വന്നുള്ളൂ. ഇനി ആക്സിലറേഷൻ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടേമും ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ ഈ രണ്ട് ടേമും ഉപയോഗിച്ച് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കേണ്ടി വരും. മോസ്റ്റ് പ്രോബബിളി അങ്ങനെ വരാറില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ അതിനും പ്രിപ്പയർഡ് ആയിരിക്കുക. 36th question. The motion of a particle of mass m is described by y is equal to ut minus half gt square. The force acting on the particle is. അപ്പം നമ്മൾ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എപ്പോഴും എഴുതാറ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നാണ്. നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ആണ്. അതായത് ദ ബോൾ ഈസ് മൂവിങ് അപ്വേർഡ്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അപ്വേർഡ്സ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എഫിന്റെ എക്സ്പ്രഷൻ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എന്നായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോർമലി ഈ ഇക്വേഷൻ എന്താണ്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ്. ഇവിടെ മൈനസ് ഇട്ടപ്പോൾ ടൈം സ്കെയിലാർ ആയതുകൊണ്ട് ജി ആയിരിക്കും നെഗറ്റീവ് ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് എഫിന്റെ എക്സ്പ്രഷനിൽ എയുടെ സ്ഥാനത്ത് നെഗറ്റീവ് ജി കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എന്ന എക്സ്പ്രഷനിൽ എത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. രണ്ട് സ്പ്രിംഗ് ബാലൻസുകൾ ഉണ്ട്. ഈ രണ്ട് സ്പ്രിംഗ് ബാലൻസുകളിലും ഐഡന്റിക്കൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ ഹെൽഡ് ചെയ്തിട്ടുള്ളത്. എ മാസ് ഓഫ് 10 kg ഹാങ് ഫ്രം S2. അപ്പം രണ്ടിലെയും റീഡിങ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടിലെയും റീഡിങ് സെയിം ആയിരിക്കും, കാരണം ഇത് ഐഡന്റിക്കലുമാണ്. ഒന്നിലും മറ്റത് കണക്ട് ചെയ്തിട്ടേക്കാണ്. അപ്പൊ അതിന്റെ താഴെയുള്ളതിൽ 10 kg നമ്മൾ വെയിറ്റ് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലെയും റീഡിങ് കാണിക്കുന്നത് 10 kg തന്നെ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അബൌട്ട് ഡിഫറെന്റ് ഫ്രിക്ഷണൽ ഫോഴ്സസ് ഇസ് കറക്റ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏറ്റവും കുറഞ്ഞത് ഏതായിരിക്കും, ഏറ്റവും കൂടിയത് ഏതായിരിക്കും എന്നാണ്. അപ്പം നോർമലി ഏറ്റവും കൂടിയ ഫ്രിക്ഷന്റെ വാല്യൂവും ഏറ്റവും കുറഞ്ഞ ഫ്രിക്ഷന്റെ വാല്യൂവും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് നമ്മൾ ഏറ്റവും കൂടിയ ഫ്രിക്ഷൻ ആയിട്ട് പറയാറ്. ഏറ്റവും കുറഞ്ഞ ഫ്രിക്ഷൻ ആയിട്ട് കൈനറ്റിക് ഫ്രിക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും റോളിംഗ് ഫ്രിക്ഷൻ. ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടി ആഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടിയത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഏറ്റവും കുറഞ്ഞത് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോഴ്സസ് ആർ ഫണ്ടമെന്റൽ ഫോഴ്സസ്? ഇത് മൂന്നും ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ്. ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ആൻസർ ആയിട്ട് വരിക. അതായത് ഗ്രാവിറ്റേഷണൽ, ഇലക്ട്രോ മാഗ്നറ്റിക്, സ്ട്രോങ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസ്, ഇതെല്ലാം തന്നെ ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്തത്, വൺ ബ്ലോക്ക് 2 kg mass is placed on the top of another block 3 kg mass. The coefficient of friction. ഇവിടെ ഫ്രിക്ഷന്റെ എക്സ്പ്രഷൻ നോക്കൂ, എഫ് ഇസ് ഈക്വൽ ടു മ്യൂ എൻ ആണ്. മ്യൂ ആണ് ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നത്, എൻ റെപ്രസെന്റ് ചെയ്യുന്നത് നോർമൽ റിയാക്ഷനെ ആണ്. അത് വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 3 കിലോഗ്രാം മാസിന് മുകളിലുള്ള 2 കിലോഗ്രാം മാസ് അല്ലേ സ്ലൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും വെയിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ആ 2 kg ആണ് എം ആയിട്ട് എടുക്കേണ്ടത്. ഇത് രണ്ടും മൂവ് ചെയ്യുന്നില്ല, ഒന്നിന്റെ മുകളിലാണ് മറ്റത് സ്ലൈഡ് ചെയ്യുന്നത്. ആ സ്ലൈഡ് ചെയ്യുന്ന മാസ് ഏതാണോ അതിന്റെ മാസ് എത്രയാണ് നോക്കുക, 2 ആണ്. വെയിറ്റ് ജിന്റെ വാല്യൂ 10 ആണ്. അപ്പൊ നമുക്ക് ഈ നോർമൽ റിയാക്ഷൻ 20 ന്യൂട്ടൺ എന്ന് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് നമുക്ക് അതിൽ നിന്ന് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വെച്ചിട്ട് 0.2 ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അത് വെച്ചിട്ട് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ എക്സ്പ്രഷൻസ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. Next question. A negative work is done when an applied force F and the corresponding displacement S are. വർക്ക് എപ്പോഴാണ് നെഗറ്റീവ് ആണെന്ന് പറയാം? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ വർക്ക് നെഗറ്റീവ് ആണെന്ന് പൊതുവെ പറയാം. അപ്പം ഇവിടെ ഈ കേസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് എങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആന്റി പാരലൽ ടു ഈച്ച് അതർ എന്നാണ്. അതായത് ഒന്നിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി ചേഞ്ച് വരും. അതായത് ആന്റി പാരലൽ ടു ഈച്ച് അതർ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് വൺ.
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്കെച്ചസ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് എ ലെവർ ഓഫ് സെക്കൻഡ് ക്ലാസ്? അപ്പം ഇത് ഫസ്റ്റ് ക്ലാസ് ലെവർ ആണെങ്കിൽ ഫൽക്രമാണ് ലോഡിനും എഫേർട്ടിനും ഇടയിൽ വരേണ്ടത്. അതായത് സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ ഫൽക്രത്തിനും എഫേർട്ടിനും ഇടയിൽ ലോഡ് വരണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓപ്ഷനിൽ എവിടെയാണ് ഫൽക്രത്തിനും എഫേർട്ടിനും ഇടയിൽ ലോഡ് വന്നേക്കണമെന്ന് നോക്കിയാൽ മതി. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത് ക്ലാസ്സിൽ. അപ്പം ഇവിടെ ഓപ്ഷനിൽ ഫൽക്രം, ലോഡ്, എഫേർട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടാവില്ല. ഈ ഫിഗർ മാത്രമായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഈ ലോഡ് എന്ന് പറയുന്നത് ഫൽക്രത്തിന്റെയും എഫേർട്ടിന്റെയും ഇടയ്ക്ക് വരുന്നത് ഏതാണോ അത് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം ഇവിടെ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ എ ആണ്. നമ്മുടെ ഫിഗറുകളിൽ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ അത് രണ്ടും ഒന്ന് നോക്കണം. രണ്ട് രീതിയിലും ഇത് ചോദിക്കാം. അപ്പൊ രണ്ട് രീതിയിലാണെങ്കിലും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാം. എപ്പോഴും ഇത് ഓർത്തിരിക്കേണ്ടത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഓർഡർ ലെവർ ആണെങ്കിൽ ഫൽക്രം ആയിരിക്കും നടുക്ക് വരിക. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ലോഡ് ആയിരിക്കും. തേർഡ് ഓർഡർ ആണെങ്കിൽ അല്ലെങ്കിൽ തേർഡ് ക്ലാസ് ആണെങ്കിൽ എഫേർട്ട് ആയിരിക്കും നടുക്ക് വരിക. ഇങ്ങനെയാണ് നമ്മൾ ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് എനർജി? എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് ചെയ്തിട്ടുള്ളത് വാട്ട് അവർ എന്ന് പറഞ്ഞിട്ട്, അതായത് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ വർക്ക് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ്. വർക്കും എനർജിയും ഒരേ യൂണിറ്റ് ആണ്. അപ്പൊ വാട്ട് അവർ എന്ന് പറഞ്ഞ യൂണിറ്റ് വരാം. പിന്നെ അടുത്തത് വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നതും ഇതിന്റെ എനർജിയുടെ യൂണിറ്റ് ആവാം. വർക്കിന്റെ യൂണിറ്റ് അല്ല, എനർജിയുടെ യൂണിറ്റ് സെയിം ആണല്ലോ. അപ്പം ഇതിൽ ഓപ്ഷൻ ഡി ആയിരിക്കും വർക്കിന്റെ യൂണിറ്റ് അല്ലാത്ത അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. When a ball bounces off the ground, which of the following changes suddenly? ഇപ്പം ഇതില് ഈ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം സ്പീഡും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. ബൗൺസ് ബാക്ക് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്നത് ഡയറക്ഷൻ ആണ്. ഇതിൽ വെക്ടർ ആയിട്ട് വരുന്ന ഒരേ ഒരെണ്ണം ഉള്ളത് മൊമെന്റോ ആണ്. അപ്പം ബൗൺസ് ബാക്ക് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്നത് ഇതിന്റെ മൊമെന്റോ ആയിരിക്കും. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഇനി അടുത്തത് an object of mass 2000 gram. 2000 gram എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 kilogram ആണ്. possess 100 joule kinetic energy. The object must be moving with a speed of, നിങ്ങൾക്ക് kinetic energy എക്സ്പ്രഷൻ അറിയാലോ, ഹാഫ് mv² ആണ് kinetic energy. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഹാഫ് mv² എന്ന് കൊടുക്കുക. മാസ് തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്, അതിൽ നിന്ന് v² കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് ചെയ്ത് കാണിക്കണോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. The energy possessed by a body due to its change in position or shape is called potential energy. Change in position അല്ലെങ്കിൽ ഷേപ്പ് കൊണ്ട് ഉണ്ടാവുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ്. ഓപ്ഷൻ ബി. അടുത്തത് എ കാർ വെയ്സ് 1000 kg. It is moving with a uniform velocity 72 km/h. The driver presses the brakes and the car stops in 0.2 seconds. The retarding force applied on the car to stop it is. ഇതും വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം ഈ km/h മീറ്റർ/സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പം km/h തന്നിട്ടുള്ളതിന് 5/18 1/8 ആണ്. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് കിട്ടും. 72 km/h എന്ന് പറഞ്ഞാൽ 20 m/s ആണ്. ആക്സിലറേഷൻ v-u/t ആണ്. അതിന് നമുക്ക് -100 ബ്രേക്ക് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നെഗറ്റീവ് ആണ് ആക്സിലറേഷൻ. F = ma. നമ്മൾ 1000 × 100 വരുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇതിൽ ഓപ്ഷനിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് കിലോ ന്യൂട്ടണിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 100 kN എന്നാണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ. The power required to lift a mass of 8 kg up a vertical distance of 4 meter in 2 seconds. അപ്പൊ നമുക്ക് പവറിന്റെ ഇക്വേഷൻ അറിയാം. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W/T ആണ്. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ mgh, ദാറ്റ് ഈസ് 8 × 10 × 4 320 ജൂൾ എന്ന് വരും. പവർ വർക്ക് ബൈ ടൈം ആണ് 320/20 160 വാട്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട്.
ഇനി അടുത്തത് എ 100 gram sphere മൂവിങ് അറ്റ് 20 meter per second കൊളൈഡ് വിത്ത് അനദർ സ്ഫിയർ ഓഫ് മാസ് 50 gram അറ്റ് റെസ്റ്റ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് വസ്തുക്കൾ തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഒന്ന് റെസ്റ്റിലാണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തു കൊളൈഡ് ചെയ്തതിനു ശേഷം റെസ്റ്റിലാവുകയും മറ്റേ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായും 100 gram ഉള്ളതിന് 20 meter per second ആയിരുന്നു സ്പീഡ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്കറിയാം ഈ മൊമെന്റം കൺസേർവ്ഡ് ആണ്, അതായത് മൊമെന്റം ബിഫോർ കൊളിഷനും മൊമെന്റം ആഫ്റ്റർ കൊളിഷനും ഈക്വൽ ആയിരിക്കണം. അപ്പൊ മൊമെന്റം ബിഫോർ കൊളിഷൻ എന്ന് പറയുന്നത് 100 gram എന്ന് പറഞ്ഞാൽ 0.1 മാസും അതായത് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ U1 എന്ന് പറയുന്നത് 20 ആണ്. M2 എന്ന് പറയുന്നത് 0.05 ആണ്. V2 നമുക്ക് അറിയില്ല. അപ്പൊ ഇതിന് നമുക്ക് വളരെ ഈസി ആയിട്ട് V2 കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് V2ന്റെ ആൻസർ ആയിട്ട് V2 ആയിട്ട് കിട്ടുന്നത് 40 meter per second ആണ്. Okay. അടുത്ത ക്വസ്റ്റ്യൻ, if the linear momentum of a moving object gets doubled due to application of a force, then its kinetic energy. അപ്പോൾ ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് നമുക്കറിയാം. അപ്പോ ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² ആണ്. ഹാഫ് mv². ഇതിനെ എങ്ങനെ നമ്മൾ മൊമെന്റത്തിന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യും? മൊമെന്റം P = mv ആണ് അല്ലെ? അപ്പൊ നമുക്ക് മുകളിലും താഴെയും m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? (1/2) നേരത്തെ നമ്മൾ പറഞ്ഞത് ഇവിടെ ഓൾറെഡി ഒരു m ഉണ്ട്, അതിന്റെ കൂടെ അതായത് ഓൾറെഡി ഒരു mv² ഉണ്ട്, അതിന്റെ കൂടെ നമ്മൾ m കൊണ്ട് താഴെയും മുകളിലും ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ആണ്. അപ്പം m/m കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. m/m എന്ന് പറയുമ്പോൾ 1 ആണല്ലോ, അപ്പൊ വാല്യൂല് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പം ഈ m/m എന്ന് പറയുമ്പോൾ ഈ m-നെ നമുക്ക് ഇവിടെ 2ന്റെ കൂടെ എഴുതുകയാണെങ്കിൽ ഇത് 1/2m ആവും. mv² കൂടെ ഈ മുകളിൽ m എഴുതുകയാണെങ്കിൽ ഇത് m²v² എന്നാവും. അതായത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ എക്സ്പ്രഷനെ പിയുടെ ടൈമിലേക്ക് മാറ്റാം. അതായത് ഇപ്പൊ 1/2m × m²v². m²v² എന്ന് പറഞ്ഞാൽ p² ആണ്. p = mv ആയതുകൊണ്ട് m²v² എന്ന് പറയുമ്പോൾ p² ആവും. അപ്പൊ നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടും? അങ്ങനെയാണ് നമുക്ക് കൈനറ്റിക് എനർജിക്ക് p² എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്രഷൻ കിട്ടിയത്. p²/2m ഇൻ ടേംസ് ഓഫ് പിയിൽ കൈനറ്റിക് എനർജി ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, p²/2m. അപ്പൊ കൈനറ്റിക് എനർജി മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. ഇതില് മൊമെന്റം എന്ന് പറയുന്നത് ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ ആയിട്ടല്ലേ കൈനറ്റിക് എനർജി ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന്റെ സ്ഥാനത്ത്, അതായത് ഇപ്പൊ നിലവിലുള്ള കൈനറ്റിക് എനർജി p²/2m ആണ്. ഇപ്പൊ നമ്മുടെ മൊമെന്റം ഡബിൾ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? നമ്മള് ഇവിടെ ഒരു മൊമെന്റത്തിന്റെ നേരത്തെ p എഴുതിയേക്കുന്നിടത്ത് നമ്മൾ 2p എന്ന് കൊടുക്കണം. 2p the whole square എന്ന് വരും. That's equal to 2ന്റെ സ്ക്വയർ 4 വരും. 4p² divided by 2m. 4p² divided by 2. അപ്പം ഈ p²/2m എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി ആണ്, ഇനീഷ്യലി ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി ആണ്. അതിന്റെ 4 ടൈംസ് ആയിട്ടാണ് ഇപ്പൊ കൈനറ്റിക് എനർജി മാറിയത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ഇൻക്രീസസ് ബൈ 4 ടൈംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം ഈ എക്സ്പ്രഷൻ നമ്മൾ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എപ്പോഴും എഴുതുന്നത് ഹാഫ് mv² എന്നാണ്. ഇപ്പൊ മൊമെന്റത്തിന്റെ കേസ് വരുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ അതനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ട് വേണം ഉത്തരത്തിലേക്ക് എത്താൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
Okay. A solid disk and a solid sphere has the same mass and same radius. നമ്മൾ ഓൾറെഡി ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡിസ്കും സ്ഫിയറിലും ഡിസ്കിനായിരിക്കും ഇത് കൂടുതൽ ഉണ്ടാവുക മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന്. വൺ സർക്കുലർ റിംഗ് ആൻഡ് വൺ സർക്കുലർ ഡിസ്ക്. അഗൈൻ നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിസ്കും സ്ഫിയറും ആണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് റിങ്ങും ഡിസ്കുമാണ്. അപ്പൊ അങ്ങനെ വരുമ്പം റിങ്ങിനായിരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ ഉണ്ടാവുക. റിങ്ങിൻ്റെത് I=mr²ഉം ഡിസ്കിൻ്റെത് ½ mr²ഉം ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഡിസ്കിന്റെ ഡബിൾ ആയിരിക്കും റിങ്ങിന് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇത് കുറച്ച് ഈ റിങ്ങിന്റെയും ഡിസ്കിന്റെയും സ്ഫിയറിന്റെയും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മൾ റിംഗ് ആയിരിക്കുമ്പോൾ mr² ആണ്, ഡിസ്ക് ആയിരിക്കുമ്പോൾ അത് ½ mr² ആവും, സ്ഫിയർ ആയിരിക്കുമ്പോൾ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/5 mr² ആയിരിക്കും. അതായത് ഇതില് I എന്ന് പറയുന്നത് I ഓഫ് സ്ഫിയർ, I ഓഫ് ഇത് മൂന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. I ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 2/5 mr² ആണ്. ഇത് മൂന്നും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുക. ഇതില് ആറിന് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയും. ആ വാക്കും ഒന്ന് ഓർത്ത് വെച്ചേക്കണം, 2/5 mr². അപ്പൊ ഇത്രയാണ് ഇതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. റിങ്ങിന്റെയും ഡിസ്കിന്റെയും സ്ഫിയറിന്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യാസ് ഓർത്ത് വെക്കുക. I സ്ഫിയർ എന്ന് പറയുന്നത് 2/5 mr² ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേഡിയസ് ഓഫ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ എന്ന്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ഡിസ്ട്രിബ്യൂഷനും അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുക. അപ്പം ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. മാസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ബി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ, എ ബോൾ. എനിക്ക് തോന്നുന്നു ഓക്കെ നമുക്ക് നോക്കാം. ലാസ്റ്റ് വൺ ആണ്. എ ബോൾ ബാലൻസ്ഡ് ഓൺ എ വെർട്ടിക്കൽ റോഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഒരു വെർട്ടിക്കൽ റോഡിന് മുകളിൽ ഒരു ബോൾ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കറിയാം അതൊരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഒക്കെ നമ്മൾ സാധാരണ ബോട്ടിൽ വെച്ചിട്ട് പറയാറുണ്ട്. ഇപ്പൊ ഈ ബോട്ടിലുകൾ വെച്ചിട്ട് ബോട്ടിലിന്റെ അപ്സൈഡ് ഡൗൺ ആയിട്ട് നമ്മൾ ഒരു ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നും ആ ഒരു രീതിയിൽ. അപ്പം ഇവിടെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് നനങ്ങിയാൽ തന്നെ സ്ലൈറ്റ് ഡിസ്റ്റർബൻസ് മേക്സ് ദ ബോൾ ഫോൾ അവേ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഇതുകൂടി ഉണ്ട്. അത് നമ്മൾ നേരത്തെ ലിവറിന്റെ കേസ് പറഞ്ഞില്ലേ. അപ്പൊ ഇതിൽ സെക്കൻഡ് ക്ലാസ് ലിവർ എക്സാമ്പിൾ എന്താണെന്ന്. അപ്പം നേരത്തെ നമുക്ക് ഫിഗർ തന്നിട്ടോ ഓപ്ഷൻ തന്നിട്ടോ ഒക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതിന് പകരം സിമ്പിൾ മെഷീൻസ് ആണ് തന്നിട്ടുള്ളത്. ഇത്തരം സാധനങ്ങളെ നമ്മൾ സിമ്പിൾ മെഷീൻസ് എന്നാണ് പറയുക. അപ്പം സിസേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സാധാരണ സിസേഴ്സിന്റെ നടുക്കല്ലേ ഒരു സ്ക്രൂ പോലെ അല്ലെങ്കിൽ ഒരു ഇതുള്ളത്, അപ്പം അതിനെയാണ് ഫൽക്രം എന്ന് പറയുന്നത്. അതേസമയം ബോട്ടിൽ ഓപ്പണറിലാണെങ്കിൽ ബോട്ടിൽ ഓപ്പണറിന്റെ നടുക്ക് വരുന്നത്, അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൽക്രം നടുക്ക് വരണം, സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ആയിരിക്കണം നടുക്ക് വരേണ്ടത്. അപ്പൊ ഇതില് ബോട്ടിൽ ഓപ്പണർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് പോർഷൻ കണ്ടില്ല എന്ന് പറയുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ജസ്റ്റ് ആദ്യത്തെ 1-2 ക്വസ്റ്റ്യനും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെന്റ്സ് ദ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്നായിരുന്നു. അതിന്റെ ആൻസർ വരുന്നത് ഓം മീറ്റർ ആണ്.
നെക്സ്റ്റ് വൺ ലൈറ്റ് ഇയർ ഈസ് എ മെഷർ ഓഫ്. ഈ ലൈറ്റ് ഇയർ പോലെ മറ്റൊരു യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയും, AU എന്ന് പറയും. ഇതും ഡിസ്റ്റൻസിന്റെ മെഷർ ആണ്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. AU എന്ന് നമ്മൾ പറയണത് എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ലോങ് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഈ AU അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്നൊക്കെ പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഇതും നമ്മൾ കണ്ടില്ല എന്ന് നിങ്ങൾ അന്നേരത്തെ പറഞ്ഞതാണ്, ഇത് ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് ഡയമെൻഷൻസ് നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് MLT⁻²- ആണ്. അപ്പം ഈ MLT⁻² എന്നുള്ള ഡയമെൻഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ MLT⁻² എന്നുള്ള ഫോഴ്സിന്റെ ഡയമെൻഷൻ, ഇപ്പൊ നമ്മൾ എക്സ്പ്രഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് ഓരോന്നിന്റെയും ഡയമെൻഷൻ, ഇപ്പൊ നമ്മൾ ഡയമെൻഷൻ ഓഫ് എഴുതാൻ സാധാരണ ഉപയോഗിക്കുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഇതില് ഫോഴ്സിന്റെ ഡയമെൻഷൻ MLT⁻² ഇൻറ്റു ഡിസ്റ്റൻസിന്റെ വരുമ്പോ R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാസസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അതിന്റെ സ്ക്വയർ വരുന്നുണ്ട്. ആണ് നമ്മൾ ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ആയിട്ട് കൊടുക്കാറ്. ഡിവൈഡഡ് ബൈ M1 ഇൻറ്റു M2. അപ്പൊ ഓരോ മാസിനും ഓരോ മാസത്തിനും നമ്മൾ കൊടുക്കേണ്ടത് M എന്ന് പറഞ്ഞ ഡയമെൻഷൻ തന്നെയാണ്. M ഇൻറ്റു M. അപ്പൊ ഇത് നോക്കിയേ നിങ്ങൾ, ഇതിൽ M സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെയാണ്. ഇതിൽ ഒരു M ക്യാൻസൽ ഔട്ട് ആവും. പിന്നെ താഴെയുള്ളതിനെ നമ്മൾ ഡിനോമിനേറ്ററിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് -1 ആവും. അപ്പൊ ഇക്വേഷൻ ഇതെന്താ വരിക? M⁻⁻1. L ഓൾറെഡി ഒരു L ഇവിടെ ഉണ്ട്, ദാറ്റ് ഈസ് L⁻1 ആണ്. പിന്നെ ഒരു L സ്ക്വയറും ഉണ്ട്. അപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ L³ ആൻഡ് T-യുടേത് T⁻² എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഇതിൽ ഫോഴ്സിന്റെ മാത്രം അറിഞ്ഞാൽ മതി, ബാക്കി മാസിന്റെയും ലെങ്തിന്റെയും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഡയമെൻഷൻ വന്നിട്ടുള്ളത്. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇന്ന് നമ്മൾ ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ആവശ്യമുള്ള പോർഷൻസ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. Thank you.